അമേരിക്കയ്ക്ക് വെല്ലുവിളി തന്നെയാണ് റഷ്യ ഓരോ നിമിഷവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഏതൊക്കെ രീതിയിൽ റഷ്യയെ ഉപരോധിക്കാൻ ശ്രമിച്ചാൽ റഷ്യയുടെ കയറ്റുമതിയെ പരമാവധി ഉപദ്രവിച്ച് പരമാവധി റഷ്യയുടെ സാഹചര്യങ്ങളെ ബുദ്ധിമുട്ടിലാക്കാനും റഷ്യയെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിടാനും ശ്രമിക്കുന്തോറും കൂടുതൽ കൂടുതൽ അമേരിക്ക എക്സ്പോസ്ഡ് ആവുകയാണ്. അമേരിക്കയുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും ട്രംപ് കാണിക്കുന്ന ഇരട്ട നീതി, അതായത് സമാധാനം വേണമെന്ന് പറഞ്ഞ് ഉക്രൈൻ റഷ്യ സംബന്ധിച്ച വിഷയങ്ങളിൽ അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് ചേർന്ന അതേ ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ട് ഫലസ്തീന് സ്വാതന്ത്ര്യം അനുവദിക്കാൻ കൂട്ടാക്കുന്നില്ല? UN-ലെ 150ഓളം രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകുമ്പോൾ എന്തുകൊണ്ട് ഇസ്രയേലിനെ പിന്താങ്ങി നിൽക്കുന്നു? ഇസ്രയേൽ ഖത്തറിന് നേരെ നടത്തിയ ആക്രമണത്തിൽ അമേരിക്ക അപലപിച്ചിട്ട് പോലുമില്ല. ഇസ്രയേലിനെ ചെവിക്ക് പിടിച്ചു എന്നൊക്കെ വെറുതെ തള്ളിവിടലാണ്. ഈ വിടൽസ് ഒന്നും ഇനി അങ്ങോട്ട് ട്രംപിന് ഉപകാരപ്പെടില്ല. ട്രംപിൻ്റെ ഒരു അഭിനയവും ഇനി പുടിൻ്റെ മുമ്പിൽ നടക്കില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഉക്രൈൻ വിഷയത്തിൽ ഇനി അമേരിക്ക ഇടപെട്ടാൽ കളി മാറും എന്ന് തന്നെയാണ് അന്തിമ താക്കീത് എന്ന രീതിയിൽ പുടിൻ നൽകിയിരിക്കുന്നത്. ഉക്രൈൻ്റെ വിധിയാണത്. ഉക്രൈൻ അനുഭവിച്ചു കൊള്ളുക. കാരണം ഉക്രൈൻ യൂറോപ്യൻ യൂണിയനോടൊപ്പം ചേർന്ന് അമേരിക്കയോടൊപ്പം ചേർന്ന് റഷ്യയുടെ ടെറിട്ടറികൾ നശിപ്പിക്കാൻ ആണവ നിലയം സ്ഥാപിച്ച് കീവിലും കാർഖീവിലും നടത്തി വരുന്ന രഹസ്യ താവളങ്ങൾ കൃത്യമായി റഷ്യ സ്പോട്ട് ചെയ്തിരിക്കുന്നു, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. റഷ്യക്ക് അതെല്ലാം തകർത്തേ മതിയാവുകയുള്ളൂ. അതിനുവേണ്ടി മനുഷ്യത്വം പറഞ്ഞ് മുന്നോട്ട് വന്നാൽ ഫലസ്തീൻ വിഷയമെടുത്തിട്ടും അതുകൊണ്ട് UN-ലും ഇതൊരു ചർച്ചാ വിഷയമാക്കി റഷ്യയെ വീറ്റാക്കി കളയാമെന്ന് വിചാരിക്കേണ്ട. സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗം എന്ന രീതിയിൽ റഷ്യയെ വീറ്റോ പവർ ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല. റഷ്യക്ക് കൃത്യമായി അവർക്കറിയാം അവരുടെ ശക്തി എന്തുമാത്രം വലുതാണ്. അത് ഉൾക്കൊള്ളാൻ തയ്യാറായി തന്നെ അമേരിക്ക നിൽക്കുക എന്നുള്ളത്. സോവിയറ്റ് യൂണിയന്റെ പ്രതാപകാലം ഉണ്ടായിരുന്നു. അന്ന് അമേരിക്ക ശരിക്കും വിറച്ചിരുന്ന കാലമാണ്. എന്നാൽ ഇന്ന് അമേരിക്ക ലോക പോലീസ് കളിക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യ ഒരു കാര്യം മാത്രം വ്യക്തമാക്കുന്നു: ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാനോ ചൊറിയാനോ വരുന്നില്ല. ഞങ്ങളെ അസ്ഥിരപ്പെടുത്താനും ഞങ്ങളെ സാമ്പത്തികപരമായി ഞെരുക്കാനും ഞങ്ങളുടെ കറൻസിക്ക് വിലയില്ലാത്ത രീതിയിലേക്ക് തകിടം മറിക്കാനും നിങ്ങൾ നടത്തുന്ന ചെയ്തികൾക്ക് ഞങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ബ്രിക്സിന്റെ നാണയം പുറത്തിറങ്ങിയാൽ, ബ്രിക്സിന്റെ കറൻസി പുറത്തിറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ ഡോളറിന്റെ പ്രതാപമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് റഷ്യ. റഷ്യക്ക് രണ്ട് കാര്യങ്ങൾ കൂടി വ്യക്തമാക്കേണ്ടതായുണ്ട്. ഒന്ന്, ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യ എടുക്കുന്ന നിലപാട്, അറബ് രാജ്യങ്ങളിലേക്ക് റഷ്യ സൈനികരെ വിന്യസിക്കുന്ന കാര്യം, ഈ രണ്ട് കാര്യങ്ങൾ കൂടി തീരുമാനിച്ചാൽ റഷ്യയെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങൾക്കും മനസ്സിലാകാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്.